നമസ്കാരം. വയനാട് തുരങ്കപാത നിർമ്മാണ സ്ഥലത്തുണ്ടായ ദാരുണമായ മണ്ണിടിച്ചിൽ അപകടത്തിൽ സമഗ്രമായ അന്വേഷണം നടത്തുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. അപകടമുണ്ടാകാനുണ്ടായ സാഹചര്യം, യഥാർത്ഥ സാങ്കേതികവും നിയമപരമായ കാരണങ്ങൾ ഇതൊക്കെ കണ്ടെത്താൻ കൃത്യമായ പരിശോധന നടത്തും. തുരങ്കപാതയുടെ നിർമ്മാണത്തിനായി കേന്ദ്ര സർക്കാർ പാരിസ്ഥിതിക അനുമതി നൽകിയപ്പോൾ മുന്നോട്ട് വെച്ചിരുന്ന നിബന്ധനകൾ കമ്പനിയും അധികൃതരും കൃത്യമായി പാലിച്ചിട്ടുണ്ടോ എന്ന് സർക്കാർ തലത്തിൽ സൂക്ഷ്മ പരിശോധന നടത്തുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഈ നിയമപരമായ പരിശോധനകൾ പൂർത്തിയാകുന്നതുവരെ തുരങ്കപാതയുടെ നിർമ്മാണ പ്രവൃത്തികൾ പൂർണ്ണമായും നിർത്തിവെക്കും. അപകടവുമായി ബന്ധപ്പെട്ട് പോലീസ് ഇതിനകം തന്നെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലുള്ള ക്രിമിനൽ അന്വേഷണവും സമാന്തരമായി നടക്കുമെന്ന് മുഖ്യമന്ത്രി വയനാട്ടിൽ മാധ്യമങ്ങളോട് സംസാരിക്കവേ വ്യക്തമാക്കി. ദുരന്തഭൂമിയിൽ നിലവിൽ NDRFന്റെ 60 അംഗ സംഘവും ഫയർഫോഴ്സിന്റെ 250ഓളം വരുന്ന ഉദ്യോഗസ്ഥരും പോലീസും നാട്ടുകാരും ചേർന്നാണ് രക്ഷാപ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത്. അപകട സ്ഥലത്ത് അവശേഷിക്കുന്നവരെ കണ്ടെത്താനുള്ള രക്ഷാപ്രവർത്തനത്തിനാണ് സർക്കാർ ഇപ്പോൾ പരമപ്രധാനമായ മുൻഗണന നൽകുന്നത്. എന്നാൽ മേഖലയിൽ മഴ നിർത്താതെ പെയ്യുന്നത് തിരച്ചിൽ ദൗത്യത്തെ കടുത്ത രീതിയിൽ ബാധിക്കുന്നുണ്ട്. അപകടത്തെ തുടർന്ന് കാണാതായ 5 പേരെ കണ്ടെത്താനുള്ള അതീവ ശ്രമകരമായ ദൗത്യത്തിലാണ് നിലവിൽ രക്ഷാപ്രവർത്തകർ ഏർപ്പെട്ടിരിക്കുന്നത്. കാണാതായവർ സമീപത്തെ പുഴയിലൂടെ ഒഴുകിപ്പോകാനുള്ള സാധ്യതയും സംഘം തള്ളിക്കളയുന്നില്ല. അത് കണക്കിലെടുത്തുള്ള പരിശോധനകളും പുരോഗമിക്കുന്നുണ്ട്. സംഭവ സ്ഥലത്തു നിന്നും സമീപ പ്രദേശങ്ങളിൽ അപകട സാധ്യതയുള്ള മറ്റു മേഖലകളിൽ നിന്നും ജനങ്ങളെ പൂർണ്ണമായും സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു വരികയാണ്. ഈ ദാരുണ അപകടത്തിൽ ഇതുവരെ 3 പേരാണ് മരണപ്പെട്ടത്. 5 പേരെ കാണാതാവുകയും 10 പേർ വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടുകയും ചെയ്തിട്ടുണ്ട്. പരിക്കേറ്റവരിൽ 3 പേരെ ഇന്ന് ഡിസ്ചാർജ് ചെയ്തു. നിലവിൽ 3 പേർ തീവ്രപരിചരണ വിഭാഗത്തിൽ കഴിയുന്നു. ഇതിൽ 2 പേരുടെ ആരോഗ്യനില അതീവ ഗുരുതരമായി തുടരുകയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ദുരന്തത്തിൽ മരണപ്പെട്ടവരുടെ കുടുംബാംഗങ്ങൾക്ക് 5 ലക്ഷം രൂപ വീതം ധനസഹായം നൽകും. പരിക്കേറ്റവർക്ക് ആവശ്യമായ എല്ലാ ചികിത്സാ ചെലവുകളും സർക്കാർ വഹിക്കും. തുരങ്കപാത മേഖലയിൽ ഇനിയും അപകട സാധ്യതയുള്ള കൂടുതൽ പ്രദേശങ്ങളുണ്ടാകാം. അതെല്ലാം ശാസ്ത്രീയമായി പഠിക്കേണ്ടതുണ്ട്. വയനാട്ടിലേത് പൊതുവെ അതീവ ദുർബലമായ മണ്ണാണ്. ഈ തുരങ്കപാത നിർമ്മിക്കുന്നതിന് മുൻപ് സമഗ്രമായ പാരിസ്ഥിതിക ആഘാത പഠനം നടത്തണമെന്ന് താൻ പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്ത് തന്നെ ശക്തമായി ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ അന്ന് താൻ രാഷ്ട്രീയമായി ആക്ഷേപിക്കപ്പെടുകയാണ് ഉണ്ടായത്. ഇപ്പോഴത്തെ ഹൈവേ നിർമ്മാണത്തിലും ഇതേ രീതിയിലുള്ള വലിയ അപാകതകളുണ്ട്. അപകട സാധ്യതയുള്ള മേഖലയിലെ ജനങ്ങളെ അടിയന്തരമായി പുനരധിവസിപ്പിക്കാനുള്ള വലിയൊരു പദ്ധതി സർക്കാർ ആലോചിക്കും. എത്ര പേരുണ്ടായാലും അവർക്കെല്ലാം സ്ഥിരമായ താമസ സ്ഥലം ഉണ്ടാക്കാൻ സർക്കാർ തയ്യാറാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അതേസമയം സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്ന പശ്ചാത്തലത്തിൽ കോഴിക്കോട്, വയനാട്, മലപ്പുറം ജില്ലകളിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ ജില്ലാ കളക്ടർമാർ അവധി പ്രഖ്യാപിച്ചു. കോഴിക്കോട് ജില്ലയിലെ സ്കൂളുകൾ, മദ്രസകൾ, ട്യൂഷൻ സെന്ററുകൾ, പ്രൊഫഷണൽ കോളേജുകൾ, അംഗനവാടികൾ ഉൾപ്പെടെയുള്ള എല്ലാ സ്ഥാപനങ്ങൾക്കും നാളെ അവധിയാണ്. എന്നാൽ സർവകലാശാല പരീക്ഷകൾക്കും PSC പരീക്ഷകൾക്കും മാറ്റമില്ല. ഓൺലൈൻ ക്ലാസുകൾക്ക് അവധി ബാധകമല്ലെന്നും കളക്ടർ അറിയിച്ചു. ജില്ലയിൽ ക്വാറി ഖനന പ്രവർത്തനങ്ങൾ, മണ്ണെടുക്കൽ, കിണർ നിർമ്മാണം എന്നിവയ്ക്ക് പൂർണ്ണ വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. ജലാശയങ്ങളിലേക്കുള്ള പ്രവേശനം നിരോധിച്ചു. മലയോര പ്രദേശങ്ങൾ, ചുരം മേഖലകൾ എന്നിവിടങ്ങളിലേക്ക് രാത്രി 7 മുതൽ രാവിലെ 7 വരെ അടിയന്തര യാത്രകളല്ലാത്തവ പൂർണ്ണമായി ഒഴിവാക്കണമെന്ന് നിർദ്ദേശമുണ്ട്. വയനാട് ജില്ലയിൽ അംഗനവാടികൾ, മതപഠന ക്ലാസുകൾ, ട്യൂഷൻ സെന്ററുകൾ, പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധിയാണ്. എന്നാൽ റെസിഡൻഷ്യൽ സ്കൂളുകൾക്കും കോളേജുകൾക്കും ഇത് ബാധകമല്ല. മലപ്പുറം ജില്ലയിലും പ്രൊഫഷണൽ കോളേജുകൾ, അംഗനവാടികൾ, മദ്രസകൾ, ട്യൂഷൻ സെന്ററുകൾ എന്നിവ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയുണ്ട്. മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്ക് പക്ഷേ മാറ്റമില്ല. നഷ്ടപ്പെടുന്ന പ്രവൃത്തി ദിനങ്ങൾ പിന്നീട് നികത്താൻ സ്ഥാപന മേധാവികൾ നടപടി സ്വീകരിക്കണമെന്നും മലപ്പുറം കളക്ടർ നിർദ്ദേശിച്ചു.